പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാം യൂണിറ്റിൽ നിന്നുള്ള 2ാം ചാപ്റ്ററായ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയുടെ സമ്മറിയാണ്. 2 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ക്ലാസ്സിനെ നാം ഡിസ്കസ് ചെയ്യുന്നത്. 1ാം ഭാഗത്തിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഈ ഒരു കഥയുടെ വളരെ വിശദമായിട്ടുള്ള സമ്മറിയും, അതുപോലെ തന്നെ 2ാം ഭാഗത്തിൽ ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങളുമാണ് 2ാം ഭാഗത്തിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്തിലുള്ള സമ്മറി നന്നായിട്ട് മനസ്സിലാക്കുക, അതുപോലെ തന്നെ 2ാം ഭാഗത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി പരിചയപ്പെടാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില. The Price of Flowers is a beautiful story written by പ്രഭാത് കുമാർ മുഖോപാധ്യായ. The Price of Flowers എന്ന ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് പ്രഭാത് കുമാർ മുഖോപാധ്യായാണ്. The main theme of this story is love. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം എന്നത് ലവ്, സ്നേഹമാണ്. Love of a girl for her dead brother and her mother. ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ് ആരോടെയുള്ള? To her ഡെഡ് ബ്രദർ, അവളുടെ മരണപ്പെട്ട സഹോദരനോടും, ആൻഡ് ഹർ മദർ, അതുപോലെ തന്നെ അവളുടെ അമ്മയോടും. അതായത് ഒരു പെൺകുട്ടിയുടെ അവളുടെ മരണപ്പെട്ട സഹോദരനോടും അതുപോലെ തന്നെ അവളുടെ അമ്മയോടുമുള്ള സ്നേഹമാണ് ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം. There are 4 characters in this story. ഈ ഒരു കഥയിൽ ആകെ 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. The characters in this story are Mr. Gupta, Maggie, മിസ്സിസ് ക്ലിഫോർഡ് ആൻഡ് ഫ്രാങ്ക്. മിസ്റ്റർ ഗുപ്ത, മാഗി, മിസ്സിസ് ക്ലിഫോർഡ്, ഫ്രാങ്ക് എന്നിവരാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. ഓക്കെ, ഈ ഒരു കഥയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇത് ഈ ഒരു കഥയുടെ സമ്മറി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്ത ഈസ് എൻ ഇന്ത്യൻ. മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണ്. ഹി ലിവ്സ് ഇൻ ലണ്ടൻ ഫോർ ഹിസ് സിവിൽ സർവീസ് സ്റ്റഡി പേർപ്പസ്. അദ്ദേഹം ലണ്ടനിലാണ് താമസിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്നത്? ഫോർ ഹിസ് സിവിൽ സർവീസ് സ്റ്റഡി പേർപ്പസ്. അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് പഠന ആവശ്യത്തിനു വേണ്ടി ഇപ്പോൾ ഈ ഒരു കഥയിൽ അദ്ദേഹം ലണ്ടനിലാണ് താമസിക്കുന്നത്. ഹി ഈസ് ദ നരേറ്റർ ഓഫ് ദി സ്റ്റോറി. ഈ ഒരു കഥയുടെ ആഖ്യാതാവ് അദ്ദേഹമാണ്. ആൻഡ് ഹീ നരേറ്റ്സ് ദ സ്റ്റോറി. ഈ ഒരു കഥ വിവരിക്കുന്നത് അദ്ദേഹമാണ്. അതായത് മിസ്റ്റർ ഗുപ്ത ഇതിലൊരു കഥാപാത്രമാണ്, അതുപോലെ തന്നെ ഈ ഒരു കഥ വിവരിക്കുന്നതും അദ്ദേഹമാണ്. നെക്സ്റ്റ് ക്യാരക്ടർ മാഗി. മാഗി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ, അതായത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മാഗി. ഹെർ ഫുൾ നെയിം ഈസ് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അവളുടെ ശരിയായ പേര് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നതാണ്. ഷീ ഈസ് എ പുവർ ഇംഗ്ലീഷ് ഗേൾ. അവളൊരു പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയാണ്. ഷീ ഈസ് 13 or 14 years old. അവൾക്ക് 13 അതല്ലെങ്കിൽ 14 വയസ്സാണ്. അതായത് മാഗിയുടെ വയസ്സ് 13 അതല്ലെങ്കിൽ 14 ആണ്. ദ സ്റ്റോറി ഷോസ് ദ ലൈഫ് ഓഫ് ദിസ് യങ് ഗേൾ. ഈ ഒരു കഥ, അതായത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഈ ഒരു കഥ കാണിക്കുന്നത് ലൈഫ് ഓഫ് ദിസ് യങ് ഗേൾ, ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ഷീ വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ ഷോപ്പ്. ഒരു കടയിൽ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ് അവൾ മാഗി ജോലി ചെയ്യുന്നത്. ഷീ ഡസൻ ലൈക്ക് ഹർ ജോബ്. അവളുടെ ആ ഒരു ജോലി, ടൈപ്പിസ്റ്റ് എന്ന ആ ഒരു ജോലി അവൾക്ക് ഇഷ്ടമില്ല. ഷീ ലൈക്സ് ടു ബിക്കം എ സെക്രട്ടറി. അവളുടെ ആഗ്രഹം എന്താണ്? ഒരു സെക്രട്ടറി ആവാനാണ് അവളുടെ ആഗ്രഹം. മാഗി ലിവ്സ് വിത്ത് ഹർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. മാഗി അവളുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതായത് മാഗിയുടെ അമ്മയുടെ പേര് മിസ്സിസ് ക്ലിഫോർഡാണ്. മാഗി ലവ്സ് ഹർ മദർ ആൻഡ് ഹർ ബ്രദർ ഫ്രാങ്ക് വെരി മച്ച്. മാഗി അവളുടെ അമ്മയെയും അതുപോലെ തന്നെ അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിനെയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡ് ഈസ് മാഗീസ് മദർ. മിസ്സിസ് ക്ലിഫോർഡ് മാഗിയുടെ അമ്മയാണ്. ഷീ ഈസ് എ വിഡോ. അവളൊരു വിധവയാണ്. അതായത് മിസ്സിസ് ക്ലിഫോർഡ് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയാണ്. ഷീ മേക്സ് കേക്ക്സ് ഫോർ ഹെർ ലൈവ്ലിഹുഡ്.
അവളുടെ ജീവിതത്തിനു വേണ്ടി, അതായത് ഉപജീവനത്തിനു വേണ്ടി അവൾ കേക്കുകൾ ഉണ്ടാക്കുന്നു. അതായത് അവൾ വരുമാനം ഉണ്ടാക്കാനും വേണ്ടി മാഗിയുടെ അമ്മ കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഷീ ഈസ് സൂപ്പർസ്റ്റിഷ്യസ്. സൂപ്പർസ്റ്റിഷ്യൻ മീൻസ് അന്ധവിശ്വാസം. അപ്പോൾ മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് ഒരു അന്ധവിശ്വാസമുള്ള, കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ ഫ്രാങ്ക്. ഫ്രാങ്ക് ഈസ് മാഗീസ് ബ്രദർ. മാഗിയുടെ സഹോദരനാണ് ഫ്രാങ്ക്. ഹി വാസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു. ആൻഡ് ഹി വാസ് കിൽഡ് ഇൻ എ ഫൈറ്റിംഗ്. അദ്ദേഹം ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ബറീഡ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തിനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലാണ്. അതായത് മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലുമാണ്. ഇവർ 4 പേരുമാണ്, അതായത് മിസ്റ്റർ ഗുപ്ത, മാഗി, മിസ്സിസ് ക്ലിഫോർഡ്, ഫ്രാങ്ക് എന്നിവരാണ് ഈ ഒരു കഥയിലുള്ള കഥാപാത്രങ്ങൾ. The story is moved forward through the dialogues among the 3 main characters of this story, Mr. Gupta, Maggie and her mother, Mrs. Clifford. ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത, മാഗി, അതുപോലെ തന്നെ മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് എന്നിവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ദേ ആർ ദ ആക്റ്റീവ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ ആക്റ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളും ഇവർ 3 പേരുമാണ്. അതായത് മിസ്റ്റർ ഗുപ്ത, മാഗി, മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് എന്നിവരാണ് ഈ ഒരു കഥയിലെ ആക്റ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഒരു കഥയുടെ വളരെ വിശദമായിട്ടുള്ള സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. ഈ ഒരു കഥ സംഭവിക്കുന്നത് ലണ്ടനിലാണ്. ഇറ്റ് ബിഗിൻസ് അറ്റ് 1 o'clock at noon. ഒരു ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. ദ നരേറ്റർ മിസ്റ്റർ ഗുപ്ത ഫീൽസ് ഹംഗ്രി. മിസ്റ്റർ ഗുപ്തക്ക് വിശപ്പ് തോന്നുകയാണ്. ഹി ഗോസ് ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഹി മീറ്റ്സ് എ പൂർ ഇംഗ്ലീഷ് ഗേൾ ഫ്രം ദ റെസ്റ്റോറൻറ്റ്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ഹെർ നെയിം ഈസ് മാഗി. അവളുടെ പേരാണ് മാഗി. ഷീ ഹാഡ് ബീൻ വാച്ചിങ് ഹിം ഇൻ സർപ്രൈസ്. മിസ്റ്റർ ഗുപ്തയെ മാഗി കണ്ട സമയത്ത് അവൾ വളരെ അമ്പരപ്പോടുകൂടി അദ്ദേഹത്തെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം എന്താണ്? ആക്ച്വലി മാഗി വാസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ആൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. മാഗി ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ടു ക്ലാരിഫൈ ഹർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും വേണ്ടി, വ്യക്തമാക്കാനും വേണ്ടി. നമുക്കറിയാം മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണ്, അതേസമയം തന്നെ മാഗി ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയുമാണ്. അപ്പോൾ മാഗിക്ക് ഇന്ത്യയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് തീർക്കാനും വേണ്ടി, അത് ക്ലാരിഫൈ ചെയ്യാനും വേണ്ടി ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനും വേണ്ടി ശ്രമിക്കുകയായിരുന്നു മാഗി. ആ ഒരു സമയത്താണ് മാഗി മിസ്റ്റർ ഗുപ്തയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. The girl thought that India was a dangerous country full of tigers, snakes and fevers. ഇന്ത്യയെക്കുറിച്ച് മാഗിയുടെ ചിന്തകളാണ് ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി. ഇന്ത്യ ഒരു അപകടകരമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതും, ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. എങ്ങനെയാണ് അപകടകരമായിട്ടുള്ളത്? ഫുൾ ഓഫ് ടൈഗേഴ്സ്, കംപ്ലീറ്റ് കടുവകളാണ്. അതുപോലെ തന്നെ സ്നേക്സ്, പാമ്പുകളാണ്. ആൻഡ് ഫീവേഴ്സ്, അസുഖങ്ങളുമാണ്. ഇതൊക്കെയാണ് മാഗിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ചിന്തകൾ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാഗിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കേട്ടറിവുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയെക്കുറിച്ച് അവൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷി വാസ് അഫ്രൈഡ് ഓഫ് ഇന്ത്യ. അവൾ ഇന്ത്യയെക്കുറിച്ച് അവൾക്ക് പേടിയായിരുന്നു. ദെൻ എന്തുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയായിട്ടുള്ള മാഗി ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാനും ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി ശ്രമിക്കുന്നത്? ബിക്കോസ് ഹെർ ബ്രദർ ഫ്രാങ്ക് വാസ് ഇൻ ഇന്ത്യ. അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിലായിരുന്നു. ആൻഡ് ഹി വാസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു ന്യൂസും ഒരു വിവരവും ഇല്ലായിരുന്നു. മാഗി ആൻഡ് ഹർ മദർ വെയർ വറീഡ്.
അതുകൊണ്ട് തന്നെ മാഗിയും അവളുടെ അമ്മയും ആകെ വിഷമത്തിലായിരുന്നു. കാരണം എന്താണ്? മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനാണ്. കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു ന്യൂസും ഒരു വിവരവും ലഭിക്കുന്നില്ല. അതിനൊക്കെ പുറമെ ഇന്ത്യയെക്കുറിച്ചുള്ള ഇവരുടെ കേട്ടറിവുകൾ എന്തൊക്കെയാണ്? ഇന്ത്യ മുഴുവൻ കടുവകളാണ്, പാമ്പുകളാണ്, അതുപോലെ തന്നെ അസുഖങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കേട്ടറിവുകൾ. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ മാഗിയും അവളുടെ അമ്മയും വളരെ വിഷമത്തിലാണ്. ദേ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹിം. അവർക്കറിയില്ല ഫ്രാങ്കിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത്. കാരണം എന്താണ്? അദ്ദേഹത്തിൽ നിന്ന് കുറേ കാലമായിട്ട് ഒരു വിവരവും ലഭിക്കുന്നില്ല. സോ മാഗി വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ദർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. അതുകൊണ്ട് തന്നെ മാഗി ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. എന്തിനു വേണ്ടി? ടു ക്ലാരിഫൈ ദർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ സംശയങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, ഒരു വ്യക്തത വരുത്താനും വേണ്ടി. ഈ ഒരു സമയത്താണ് മാഗി മിസ്റ്റർ ഗുപ്തയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ മാഗി മിസ്റ്റർ ഗുപ്തയെ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ മാഗി ചോദിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, Maggie asks Mr. Gupta whether he was a vegetarian to find out if he was a yogi. മാഗി മിസ്റ്റർ ഗുപ്തയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ഔട്ട് ഹി വാസ് എ യോഗി. അദ്ദേഹം ഒരു യോഗിയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി. She had heard that yogis are vegetarians and they have magical powers. ഇന്ത്യയിൽ നിന്നുള്ള യോഗികൾ വെജിറ്റേറിയൻസ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ അവർക്ക് മാന്ത്രിക ശക്തിയുണ്ട് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാഗി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്തയോട് മാഗി ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അദ്ദേഹം ഒരു യോഗിയാണോ എന്ന് മനസ്സിലാക്കാനും വേണ്ടി. മാഗി ഇൻവൈറ്റ്സ് മിസ്റ്റർ ഗുപ്ത ടു ഹെർ ഹൗസ് ആൻഡ് ഹി ആക്സെപ്റ്റ്സ് ഹെർ ഇൻവിറ്റേഷൻ. അങ്ങനെ മാഗി മിസ്റ്റർ ഗുപ്തയെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഹി വിസിറ്റ്സ് ഹെർ ഹൗസ് വിത്ത് ഹെർ. അങ്ങനെ അവളുടെ കൂടെ അവളുടെ വീട് മിസ്റ്റർ ഗുപ്ത സന്ദർശിക്കുകയാണ്. മാഗി ഇൻട്രൊഡ്യൂസസ് മിസ്റ്റർ ഗുപ്ത ടു ഹെർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. അങ്ങനെ മാഗി മിസ്റ്റർ ഗുപ്തയെ അവളുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. Actually, her mother wanted to meet an Indian to find out the truth about the stories she had heard about India. യഥാർത്ഥത്തിൽ മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് അബൌട്ട് ദ സ്റ്റോറീസ് ഷി ഹാഡ് ഹേർഡ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള അവൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. They believed that India was a dangerous country full of tigers, snakes and fevers. നമുക്കറിയാം ഇന്ത്യയെക്കുറിച്ച് അവർ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതും ഇന്ത്യയിൽ കംപ്ലീറ്റ് കടുവകളും അതുപോലെ തന്നെ പാമ്പുകളും അതുപോലെ തന്നെ പല അസുഖങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയെക്കുറിച്ച് മാഗിയും അവരുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡും കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. When she inquires about India, Mr. Gupta describes India to her. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചറിയുന്ന സമയത്ത് മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിന് ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിനെ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. ഹി സെയ്സ്, ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി ആൻഡ് സേഫ് ടു ലിവ്. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് ആർ ഇൻ ജംഗിൾസ്. അദ്ദേഹം പറയുകയാണ്, ഇന്ത്യ വളരെ മനോഹരമായിട്ടുള്ള, ജീവിക്കാൻ വളരെ സേഫായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നും പാമ്പുകളും അതുപോലെ തന്നെ ടൈഗേഴ്സ് കടുവകളും അവയൊക്കെ ജംഗിൾസ് അതായത് കാടുകളിലായിരിക്കും എന്ന് മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിനോട് പറയുകയാണ്. മാഗി ആൻഡ് മിസ്സിസ് ക്ലിഫോർഡ് വെയർ വെരി ഗ്ലാഡ് ടു ഹിയർ ദിസ് ഹാപ്പി ന്യൂസ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ട സമയത്ത് മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട് സന്ദർശിച്ച സമയത്ത് അവിടെയുള്ള അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ദ ലിവിങ് കണ്ടീഷൻ ഓഫ് മാഗി ആൻഡ് ഹെർ മദർ വാസ് വെരി പുവർ. മാഗിയുടെ അമ്മയുടെയും അവിടെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശകരമായിരുന്നു. മാഗീസ് മദർ വാസ് മേക്കിംഗ് കേക്ക്സ് വെൻ ദേ റീച്ച്ഡ് ദെയർ. മാഗിയും മിസ്റ്റർ ഗുപ്തയും അവിടെ എത്തിച്ചേർന്ന സമയത്ത് മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് അവിടെ കേക്ക് ഉണ്ടാക്കുകയായിരുന്നു. ഷീ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് സോൾഡ് ദം ഫോർ ലിവിങ്. അവളുടെ ജീവിതോപാധിക്ക് വേണ്ടി അവർ കേക്കുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് അവരുടെ ദൈനംദിന ജീവിതത്തിനു വേണ്ടി കേക്കുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നു.
അങ്ങനെ മിസ്റ്റർ ഗുപ്തയോട് മാഗിയുടെ അമ്മ മിസ്സിസ് ക്ലിഫോർഡ് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാഗീസ് മദർ ടെൽസ് ഹിം അബൌട്ട് ഹെർ സൺ ഫ്രാങ്ക്. അവരുടെ മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ച് പറയുകയാണ്. ഹി വാസ് എ സോൾജിയർ. ഫ്രാങ്ക് ഒരു പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ പഞ്ചാബ്. അദ്ദേഹം ഇന്ത്യയിലെ പഞ്ചാബിലുമായിരുന്നു. ദെയർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൽ നിന്ന്, ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ക്രിസ്റ്റൽ റിംഗ് ഫ്രം ഇന്ത്യ. ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഒരു ക്രിസ്റ്റൽ റിംഗ്, ഒരു പളുങ്ക് മോതിരം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ്സ് എ മാജിക് റിംഗ്. അവർ വിശ്വസിച്ചിരുന്നത് ഇതൊരു മാജിക്കൽ റിംഗ്, ഒരു മാന്ത്രിക മോതിരമാണ് എന്നായിരുന്നു മാഗിയും അതുപോലെ തന്നെ മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നത്. ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുള്ള ആ ഒരു പളുങ്കു മോതിരം ഒരു മാന്ത്രിക മോതിരമാണ് എന്ന് അവർ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഫ്രാങ്ക് ഹാഡ് റിട്ടൺ ദാറ്റ് ദ റിംഗ് വാസ് ഗിവൻ ടു ഹിം ബൈ എ യോഗി. ഫ്രാങ്ക് എഴുതിയിട്ടുണ്ടെന്ത് ആ ഒരു മോതിരം ഇന്ത്യയിൽ നിന്ന് അവന് കൊടുത്തിട്ടുള്ളത് ഒരു യോഗിയാണ് എന്ന് ഫ്രാങ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ദ യോഗി ഹാഡ് ടോൾഡ് ദാറ്റ് ദ റിംഗ് വാസ് എ മാജിക്കൽ വൺ. അങ്ങനെ ആ ഒരു മോതിരം ഫ്രാങ്കിന് യോഗി കൊടുക്കുന്ന സമയത്ത് യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും അതൊരു മാന്ത്രിക മോതിരമാണ് എന്നുള്ളത്. എന്താണ് ആ ഒരു യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇഫ് സംബഡി ലുക്ക്ഡ് ഇൻ ടു ദ റിംഗ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഈവൻ ഫാർ അവേ ഹി കുഡ് സീ ദ പേഴ്സൺ ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്. ഫ്രാങ്കിന് ഈ ഒരു മോതിരം കൊടുക്കുന്ന സമയത്ത് യോഗി പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ആരെങ്കിലും വിദൂരത്തുള്ള ഒരാളെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മോതിരത്തിൽ നോക്കുകയാണെങ്കിൽ ഹി കുഡ് സീ ദ പേഴ്സൺ, അദ്ദേഹത്തിന് ആ ഒരു വിദൂരത്തുള്ള ഒരു ആളെ കാണാനും ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും കാണാനും സാധിക്കും എന്നുള്ളതാണ് യോഗി ഫ്രാങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ ഇറ്റ് വാസ് എ സൂപ്പർസ്റ്റിഷൻ ദേ ബിലീവ്ഡ് ഇറ്റ്. അതൊരു അന്ധവിശ്വാസമായിരുന്നു എങ്കിലും അവരത് വിശ്വസിച്ചു. അതായത് മാഗിയും മിസ്സിസ് ക്ലിഫോർഡും ഈ ഒരു കാര്യം വിശ്വസിച്ചിരുന്നു. മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്ന ആ ഒരു അന്ധവിശ്വാസം എന്തായിരുന്നു? അതായത് ഇന്ത്യയിൽ നിന്ന് ഫ്രാങ്ക് അവർക്കൊരു മോതിരം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പളുങ്കു മോതിരം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മോതിരം ഫ്രാങ്കിന് ഇന്ത്യയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു യോഗിയാണെന്നും ആ ഒരു മോതിരം കൊടുക്കുന്ന സമയത്ത് യോഗി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആരെങ്കിലും വിദൂരത്തുള്ള ഒരാളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മോതിരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു വിദൂരത്തുള്ള ആളെ ഈ ഒരു മോതിരത്തിൽ കാണാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു യോഗി ഫ്രാങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഫ്രാങ്ക് മിസ്സിസ് ക്ലിഫോർഡിനും അതുപോലെ തന്നെ മാഗിക്കും കത്ത് എഴുതുന്ന സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നു. They have concentrated upon the ring again and again to see Frank. ഫ്രാങ്കിനെ കാണുവാനു വേണ്ടി മാഗിയും മിസ്സിസ് ക്ലിഫോർഡും പല തവണ ആവർത്തിച്ച് ആ ഒരു മോതിരത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ചെയ്യാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കാരണം എന്താണ്? ഫ്രാങ്കിൽ നിന്ന് കുറേ കാലങ്ങളായിട്ട് ഒരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ ഫ്രാങ്കിനെ കാണുവാൻ വേണ്ടിയാണ് അവർ ആ ഒരു മോതിരത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ദേ ഹാവൻറ്റ് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. പക്ഷേ അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. They believe if an Indian looked into the ring thinking of Frank, he can see Frank and what he is doing. ഒരു ഇന്ത്യക്കാരൻ ഫ്രാങ്കിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റിങ്ങിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫ്രാങ്കിനെ കാണാൻ സാധിക്കും എന്നുള്ളതും ഫ്രാങ്ക് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നും മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നു. മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്തയോടും ഈ ഒരു കാര്യം അവർ പറയുകയാണ്. അതായത് ഫ്രാങ്കിനെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു റിങ്ങിൽ നോക്കാൻ പറയുകയാണ്. മിസ്റ്റർ ഗുപ്ത ഓൾസോ കുഡിൻ സീ എനിത്തിങ് ഇൻ ദ റിംഗ്. മിസ്റ്റർ ഗുപ്തക്കും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വെൻ ഹി ട്രൈഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വസ്റ്റ്, അവരുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു കാര്യം ചെയ്ത സമയത്ത്, അതായത് മാഗിയും മിസ്സിസ് ക്ലിഫോർഡും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാങ്കിനെ ചിന്തിച്ചുകൊണ്ട് മിസ്റ്റർ ഗുപ്ത ആ ഒരു റിങ്ങിൽ നോക്കിയെങ്കിലും അദ്ദേഹത്തിനും ഒന്നും കാണാൻ സാധിച്ചില്ല. ആക്ച്വലി ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ മിസ്റ്റർ ഗുപ്ത ഫ്രാങ്കിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു? ദ ഓൺലി ന്യൂസ് ദാറ്റ് ദേ ഗെറ്റ് ഫ്രം ഇന്ത്യ വാസ് ഫ്രാങ്ക് വാസ് ഫൈറ്റിംഗ് ഇൻ ദ പഞ്ചാബ്. അവർക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു? ഫ്രാങ്ക് പഞ്ചാബിൽ ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്നുള്ളതായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ള ഏക വാർത്ത. ആഫ്റ്റർ റിസീവിംഗ് ദിസ് ന്യൂസ്